ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ഇത് ആത്മീയമായ ഒരുക്കത്തിനുള്ള സമയമാണ്. ആമോസ് പ്രവചനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി നമ്മൾ ഈ ലോകത്തിൽ നിത്യരക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ ആത്മീയമായി ഒരുങ്ങേണ്ട സമയം. പാപമ്ലേച്ഛതയിൽ നിന്ന്, ഈ ലോകത്തിന്റെ സുഖലോലുപതയിൽ നിന്ന്, ഈ ലോകത്തിന്റെ വെറിക്കുത്തകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടുകൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നറിയാൻ പാടില്ല. എന്നാൽ ഇത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. എന്തിനു വേണ്ടി? നമ്മുടെ കർത്താവിന്റെ സന്ദർശന ദിനത്തിനായി. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ നമ്മെ അറിയിക്കുന്നുണ്ട്, നിങ്ങൾ സമയം തിരിച്ചറിയുക. ഈ സമയം തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുക, ആത്മശക്തിക്കായി ഒരുങ്ങുക. അസംഖ്യം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുക. കുടുംബങ്ങളെ ഒരുക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ ഒരുക്കുക, സഭ മുഴുവനെയും നമ്മൾ ഒരുക്കുക. ഇതൊരു ഒരുക്കത്തിന്റെ സമയമാണ്. എന്തിനുള്ള ഒരുക്കം? ആത്മീയമായ ഒരുക്കത്തിന്റെ സമയം. കഥ പറഞ്ഞിരിക്കാനും, ചുമ്മാ നമ്മളിങ്ങനെ തമാശകൾ പറഞ്ഞ്, വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് സമയം കളയാനുള്ള നേരമല്ല ഇത്. കർത്താവിന്റെ പരിശുദ്ധമായ വചനം പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം സംസാരിക്കുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരെ, നമ്മൾ ശ്രദ്ധിക്കണമേ, ഇത് ആത്മീയമായ ഒരുക്കത്തിന്റെ നാളുകളാണ്. 1 പത്രോസ് 1-ാം അധ്യായം 13-ാം വചനത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ മാനസികമായി ഒരുങ്ങണം. നമ്മുടെ മനസ്സ് പലവിധ വ്യഗ്രതകൾ കൊണ്ട് കലുഷിതമാകരുത്. നമ്മുടെ മനസ്സ് മറ്റു പല കാര്യങ്ങളിൽ അസ്വസ്ഥമാകാൻ അനുവദിക്കരുത്. മാനസികമായി ഒരുങ്ങി ദൈവജനം സമചിത്തതയോടെ ജീവിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാതെ കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കൂത്തുകൾ അനുഭവിക്കുവാൻ നമ്മൾ പരക്കം പായരുത്. അത് നമ്മുടെ നിത്യനാശമായിരിക്കും. ഒരുക്കത്തിന്റെ നാളുകളാണ്. വെളിപാട് പുസ്തകം 22:10 കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയോട് കർത്താവ് പറയാ, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു, സമയമടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ആവേശത്തോടെ വിളിച്ചു പറയുന്നതല്ല. ആത്മീയമായ ഒരുക്കത്തിന് ആവശ്യമായ സമയമടുത്തു. ആത്മശക്തി സ്വന്തമാക്കുവാനുള്ള സമയമെടുത്തു. ദൈവവചനപ്രകാരം ജീവിക്കേണ്ട സമയമെടുത്തു. ഈ ലോകത്തിന് ജഡമോഹങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള സമയമെടുത്തു. ഇതേ സത്യം പൗലോസ്ലീഹ പഠിപ്പിക്കുക സഭയെ. ഈ മർമ്മങ്ങൾ ഈ തലമുറയോട് വിളിച്ചു പറയുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവരാണ് അമ്മ മാതാവിന്റെ വിശ്വസ്തരായ മക്കൾ.